നിങ്ങളെ നടത്തിയ കർത്താവിനെ, മാറാത്തവനായി മറക്കാത്തവനായി കൂടെ ഇരുന്ന കർത്താവിനെ, കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ കൊണ്ടുവന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളോട് കൂടെ വിശ്വസ്തനായിരുന്ന കൃപയ്ക്കായി വായ്കളെ തുറന്ന് 1-2 മിനിറ്റുകൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ നന്ദി ഉയരട്ടെ. ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന രീതികളിൽ നന്ദി ഉയരട്ടെ. സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. വായ്കളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായ്കളെ തുറന്ന് ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതല്ല. എത്രയോ വട്ടം രോഗങ്ങളാൽ നിങ്ങളെ അലട്ടി, എത്രയോ വട്ടം അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചു. ആ നടത്തിയ വിധങ്ങളെ, കർത്താവ് രക്ഷിച്ച തൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഇന്ന് പകലിൽ അതരങ്ങളെ ചലിപ്പിച്ചു വായ്കളെ തുറന്ന് കർത്താവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും വായ്കളെ തുറന്ന് പറഞ്ഞാട്ടെ. കർത്താവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വായ്കളെ തുറന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ശബ്ദം നിങ്ങളെ ചെവി കേൾക്കത്തക്ക രീതിയിൽ ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. പാടാമോ? മാറില്ലവൻ, മാറില്ലവൻ, മാറക്കില്ലവൻ, മായങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മാറക്കില്ലവൻ, മായങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. അനുഭവമുള്ളവർ വായ്കളെ തുറന്നു. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടിൽ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം,
താതൻ എൻ്റെ താതൻ. പോറ്റുന്നവൻ പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നു പരമോന്നതൻ. പോറ്റുന്നവൻ പുലർത്തുന്നവൻ, പാലിക്കുന്നു പരമോന്ന. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഈ താതൻ എൻ്റെ താതൻ. വായ്കളെ തുറന്ന് ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. വായ്കളെ തുറന്ന് പാടിക്കും. മറക്കില്ലവൻ, മയങ്ങില്ലവൻ. വായ്കളെ തുറന്ന് മാറില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ല. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഈ താതൻ ഈ ദൈവം എൻ്റെ ദൈവം. ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം. ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം. ഈ താതൻ എൻ്റെ താതൻ. യേശുവേ ആരാധനേ, യേശുവേ ആരാധന. ചലിപ്പിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ ആരാധന. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. എൻ കർമ്മം പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല. എൻ കർമ്മം പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല. കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ. യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് സ്തുതി, യേശുവേ അങ്ങേക്ക് പുകഴ്ച,
മഹത്വം എൻ്റെ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ. ഒരു നിമിഷം ദൈവസന്നിധി എഴുന്നേറ്റ് നിന്ന് യേശുവേ ആരാധന യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ശബ്ദമുയർത്തി യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പാടാൻ കഴിയും യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധന. നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തവും തന്നു നിങ്ങളെ വിലയ്ക്കുവാൻ. നിങ്ങളുടെ കർമ്മമോ നിങ്ങളുടെ പ്രവൃത്തിയോ നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ യോഗ്യതയോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ആരോഗ്യമോ ഒന്നുമല്ല നിങ്ങളെ നടത്തിയത്. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്, കർത്താവ് നിങ്ങളെ നടത്തിയത് കൊണ്ടാണ്, കർത്താവ് നിങ്ങളെ പോറ്റിയത് കൊണ്ടാണ്, മയങ്ങാതെ ഉറങ്ങാതെ നിങ്ങൾക്കായി കാവൽ നിന്നത് കൊണ്ടാണ്. എത്ര പേർക്ക് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പറയാൻ കഴിയും യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ഒരിൽ കൂടെ വായകളെ തുറന്ന് യേശുവേ ആരാധന യേശുവേ ആരാധനേ യേശുവേ ആരാധന. ശബ്ദമുയർത്തി പാടിക്കേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധന. ഒരിൽ കൂടെ ശബ്ദമുയർത്തി ഉച്ചത്തിൽ യേശുവേ ആരാധനേ ആരാധന. വായകളെ തുറന്ന് പാടിക്കേ യേശുവേ ആരാധന. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. ആ കരങ്ങളെ ഒന്ന് വീശി പാടാൻ കഴിയുമോ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ യേശുവേ യേശുവേ ആരാധനേ യേശുവേ ആരാധനേ
ആ കരങ്ങളെ അടിച്ചു കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവ് നമ്മെ നടത്തിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാം നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് നമ്മെ നിർത്തിയത് കൊണ്ടാണ് ഇന്ന് പകലിൽ നാം ആയിരിക്കുന്നതെന്ന്? നാളുകളിൽ ശുശ്രൂഷകരാകുവാൻ ആഗ്രഹിക്കുന്നവരോടൊരു കാര്യം പറയാം. ഞാനൊരു ശുശ്രൂഷക്കാരനാകണം, ഞാനൊരു ശുശ്രൂഷക്കാരിയാകണം എന്നുള്ള കരങ്ങളൊക്കെ ഒന്ന് ഓർത്താമോ? ഞാനൊരു ശുശ്രൂഷക്കാരനാകണം, അല്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം, എനിക്ക് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണമെന്ന് ആഗ്രഹമുള്ളവർ ആ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചു. ദൈവത്താൽ തിരഞ്ഞെടുത്ത ഒരു ഉപകരണമായി മാറുവാൻ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്നലത്തെ മീറ്റിങ്ങിൽ കർത്താവ് നിങ്ങളോട് പറയാൻ പറഞ്ഞ ഒരു കാര്യം ഇന്ന് പകലിലും കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞത് കൊണ്ട് മാത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉപകരണമായി മാറുവാൻ. ഇവിടെ ധാരാളം ഉപകരണങ്ങളുണ്ട്. ഫാനുണ്ട്, കീബോർഡുണ്ട്, മിക്സറുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ നിശ്ചലമായ ഒരു വസ്തുവാണ്. ഇതൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ നിശ്ചലമായ ഒരു വസ്തു. എന്നാൽ ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ആൾ ഉപയോഗിക്കേണ്ടുന്ന വണ്ണം ഉപയോഗിച്ചാൽ അത് പ്രയോജനമുള്ളവർ മാത്രമായി, അല്ലെങ്കിൽ പ്രയോജനമുള്ളൊരു വസ്തുവായി. ഈ ഫാൻ നമ്മൾ സ്വിച്ചിടുമ്പോൾ അത് നമുക്ക് ഉപയോഗമായി, അത് കാറ്റ് വരുന്നു. അതുപോലെ കർത്താവിന് ഉപയോഗമാകുന്ന ഒരു ഉപകരണമായി നിങ്ങൾ മാറണം. അതെങ്ങനെ മാറാമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഒരു ഉപകരണമായി തിരഞ്ഞെടുത്തു എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, വചനത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം നിങ്ങളൊരു ഉപകരണമാക്കി തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ദൈവം എന്നെ ഒരു ഉപകരണമാക്കി തിരഞ്ഞെടുത്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം അനുസരണം, രണ്ടാമത് സമർപ്പണം, മൂന്നാമത് വിശുദ്ധി, നാലാമത് പ്രാർത്ഥന, വചനം വായന, കൂട്ടായ്മ. ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിയെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നത്. നാളുകളിൽ ശുശ്രൂഷകരാകുവാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുവെന്ന്, എങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. സ്വന്തം ബലത്താലോ സ്വന്തം കഴിവിനാലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ശുശ്രൂഷയോ അങ്ങനെയൊന്നുമല്ല. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണം. ദൈവത്താൽ ഞാൻ ഉപയോഗിക്കപ്പെട്ടു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു തലമുറ ഈ ആലയത്തിൽ നിന്ന് എഴുന്നേൽക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ദൈവം നിങ്ങളെ ഒരു ഉപകരണമാക്കി തിരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തിയെ സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി നേടാനാണ്. ഒരു വ്യക്തിയെ, ചിലപ്പോൾ അത് 1000 പേരാകാം, ചിലപ്പോൾ അത് 10,000 പേരാകാം, ചിലപ്പോൾ അത് 1,00,000 പേരാകാം. എന്ത് തന്നെ ആയാലും, ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഫ്ലക്സിലോ നോട്ടീസിലോ പോസ്റ്ററിലോ ഒന്നും കാണില്ല. ചിലപ്പോൾ നിങ്ങളെ ഒരാളെ പോലെ എഴുന്നേൽപ്പിക്കാനല്ല, സഭയുടെ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും.
സഭയുടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിരിക്കും. സഭയെ ഒരുക്കുന്ന കാര്യത്തിൽ, സഭയുടെ ജോലികൾ ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കാനോ ഏതെങ്കിലും രീതിയിലായിരിക്കും കർത്താവ് നിങ്ങൾ ഒരു ഉപകരണമാക്കി തിരഞ്ഞെടുക്കുന്നത്. അത് എന്ത് തന്നെ ആയാലും അതിനായി നിങ്ങൾ സമർപ്പിക്കണം. അതിനായി ദൈവത്തിന് നിങ്ങൾ വില കൊടുക്കണം. നിങ്ങൾ ദൈവത്തിനോട് പറയണം, കർത്താവ് അങ്ങ് എന്തുപകരണമാക്കിയാണോ എന്നെ തിരഞ്ഞെടുക്കുന്നത്, അങ്ങ് എന്തുപകരണമായിട്ടാണോ എന്നെ ഉപയോഗിക്കാൻ അങ്ങേക്ക് ആഗ്രഹം, അതിനെ ഞാൻ സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയണം, എന്നെ മെനയണമേ, എന്നെ ഒരുക്കണമേ. കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. അങ്ങനെ പറയാൻ കഴിയുന്നവർ ആ കണ്ണുകളൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച്, കർത്താവ് അങ്ങാൽ ഉപയോഗിക്കപ്പെട്ട ഒരു ഉപകരണമായി മാറുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് കൊതിയുണ്ട്. കർത്താവ്, അപ്രകാരമായി തീരുവാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. നിങ്ങളെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. കർത്താവെ, അങ്ങിൽ ഉപയോഗിക്കപ്പെട്ട ഒരു പാത്രമായി അല്ലെങ്കിൽ അങ്ങിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമായി മാറുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവെ, അതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറയാൻ, അതിനായി എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ താഴ്ത്തുന്നു എന്ന് പറയുവാൻ, അതിനായി എന്നെ തന്നെ ഒരുക്കുന്നു എന്ന് പറയുവാൻ, കർത്താവ് ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങിൽ ഉപയോഗിക്കപ്പെട്ട ഉപകരണമായി മാറുവാൻ ഈ ജനത്തെ ഒരുക്കിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരങ്ങളെ അടിച്ച് നല്ല കർത്താവിന് മഹത്വം കൊടുത്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം.
പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ചൈതന്യം നൽകേണം. നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കുന്നതാ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു. ഓ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം. റിയാന്ത ശൈഡബലാത സുരബലരവന സുരമന വൈഡബരാത ഗരാത ബല ശംദാര റിബോലോതോ ശൈതാര ധൂരമാന റികാലാത ശൂടാലാത ലേബാല ധൂരമാന റികാലാത ശൂടാലാതോ. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമെന്നുള്ള തലമുറ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ.
ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറ. ലേബ്രകാശ് മാണ്ടര രാത്രിബല ലിയാന്താര ലമന ദൂരബല റിബോലോ മാണ്ടല രാജല രമനക ദൂരമനയ ലീബ്രകത റിമനക ദൂരബല യാന്തേരി ശ്മേറ്റല റിബല രാതരല രമന ലീബാല താരലമന ദൂരമന രഗൽകാല. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാ. ലേബ്രാ തീരി മന കലറബര ദൂരിമിരിയ ശ്മാണ്ടേരിയ ദോരോലോരോ റീമന താരല രകറ്റല രകറ്റുല രമന കുതുലിമിലിയ ശ്മാണ്ടല രാറ്റല റിമനക ദുലമനയ ലേബോലോ ദോരോലോരോ ബോലോ ദൂരിമിലിയ മാറ്റല രാട്ടില് റീമല രഗദുര മനഗദുര മനയ വൈഡവല ദുരിമിലിയാന്തോരളുബു ലേബ്രക ജീമ്രക ഷൈഡവല ദുരവലയ ലേഷ്മറ്റല രകറ്റില് റിമരക ദുലമനയ ഷൈട്ടാരല റീമല റിയാന്തോരളുബു. കർത്താവേ നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ശ്മാലറാറ്റി ബ്രകറ്റി മിനിയ ലേബ്രകോ ധൂരി മിനിയ. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ നാമത്തിനും മേലായ നാമമുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ശുബാലറാറ്റി ബ്രകറ്റി മനയാന്തിരുബലയാന്തേരി Hallelujah, 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 കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെയുള്ള കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. എല്ലാ നാമത്തിനും മേലായ നാമമുള്ള കർത്താവേ, അങ്ങേക്ക് ആരാധന കർത്താവേ, അങ്ങേക്ക് സ്തുതി കർത്താവേ. എല്ലാ മാനവും മഹത്വവും അങ്ങേക്കായിരിക്കട്ടെ കർത്താവേ. തുടർന്നും അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ശബ്ദമുയർത്ത രാമയം പറഞ്ഞേ, ഉച്ചത്തിലുള്ള രാമയം പറഞ്ഞേ, ആ കരങ്ങളടിച്ച് കർത്താവിന് മോഹം കൊടുത്തേ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ.
ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെയും മരുഭൂമിയിൽ മസാ നാളിനെയും പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഈ സങ്കീർത്തന വേദഭാഗങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്തോത്രം ചെയ്യുന്ന ഈശോപ്പാ, സ്തുതിക്കുന്നു 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 വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്തോത്രം ചെയ്യുന്ന ദൈവമേ, സ്തോത്രം ചെയ്യുന്ന ഈശോപ്പാ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന ദൈവമേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിശുദ്ധ ഞായറാഴ്ച ദിവസം കർത്താവേ, ഈശോപ്പാ, ഞങ്ങൾക്ക് കർത്താവേ അങ്ങയുടെ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം തന്ന കൃപയോർത്ത് നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളായിരുന്ന ഭവനങ്ങളിൽ നിന്ന് കർത്താവേ, ഈശോപ്പാ, അങ്ങയുടെ ആലയത്തിൽ കർത്താവേ, ഈശോപ്പാ, അങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ തിരുവചനം കേൾക്കുവാനും കർത്താവേ, അപ്പാ, അങ്ങയുടെ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം തന്ന കൃപയോർത്ത് നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യേശുപ്പാ, അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന കൃപകളോർത്ത് നന്ദി പറയുന്ന കർത്താവേ, യേശുവേ, സ്തോത്രം ചെയ്യുന്ന അപ്പാ, അങ്ങയുടെ ആലയത്തിൽ കർത്താവേ, ഞങ്ങളുടെ ആലയത്തിൽ കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന കൃപകളോർത്ത് നന്ദി പറയുന്ന കർത്താവേ. യേശുപ്പാ, ഇന്നത്തെ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ ഉള്ളങ്ങളെയും കർത്താവേ, ആരും വന്നതുപോലെയല്ല കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കർത്താവേ, അങ്ങയുടെ ദൈവീക സമാധാനം സന്തോഷം പ്രാപിച്ച് കർത്താവേ, അങ്ങയുടെ സൗഖ്യം പ്രാപിച്ച് കർത്താവേ, ആലയം വിട്ട് മടങ്ങിപ്പോകുവാൻ ദൈവമേ ഞങ്ങളങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ. യേശോപ്പാ, ഞങ്ങൾ നിന്നതല്ല കർത്താവേ, ദൈവം ഞങ്ങളെ നിർത്തിയതാണ് അപ്പാ, നേടിയതല്ല അപ്പനെല്ലാം ഞങ്ങൾക്ക് തന്നതാണ് കർത്താവേ. യേശോപ്പൻ എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളെ ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം ചെയ്യുന്ന അപ്പാ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ വാഹന യാത്രയിൽ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവേ, പൈതങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കർത്താവേ, ദൈവമേ എല്ലാത്തിലും അപ്പൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന കൃപകളോർത്ത് നന്ദി പറയുന്ന യേശോപ്പാ, യേശോപ്പാ, നന്ദി പറയുന്ന യേശോപ്പാ, നന്ദി പറയുന്ന യേശോപ്പാ, നന്ദി പറയുന്ന കർത്താവേ. യേശോപ്പാ, സ്തോത്രം ചെയ്യുന്ന അപ്പാ, ഇന്നത്തെ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരെങ്കിലും കർത്താവേ വലുതും ചെറുതുമായ രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ വന്നിരിക്കുന്നെങ്കിൽ കർത്താവേ, അങ്ങയുടെ സൗഖ്യം പ്രാപിച്ച് കർത്താവേ, അങ്ങയുടെ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ദൈവമേ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശോപ്പാ, അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, അങ്ങയിലൂടെ മാത്രമേ കർത്താവേ പൂർണ്ണമായൊരു സൗഖ്യം ലഭിക്കുവാൻ കഴിയുള്ള കർത്താവേ. അങ്ങ് പൂർണ്ണമായ സൗഖ്യത്തെ അയച്ച് കർത്താവേ ജനങ്ങളെ അങ്ങ് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരെങ്കിലും കർത്താവേ സമാധാനമില്ലാതെ അപ്പാ, സന്തോഷമില്ലാതെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ ദൈവിക സമാധാനവും സന്തോഷം പ്രാപിച്ച് കർത്താവേ, അപ്പാ, മടങ്ങിപ്പോകുവാൻ ദൈവമേ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശോപ്പാ, അനുദിനം കർത്താവേ, അനുദിനം കർത്താവേ അങ്ങോട്ട് പറ്റി ജീവിക്കുവാനുള്ള കൃപ ദൈവമേ ഞങ്ങൾ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, ദൈവമേ അനുദിനം അങ്ങയുടെ പറ്റി ജീവിക്കുവാനുള്ള കൃപ തരണം കർത്താവേ. യേശോപ്പാ, അങ്ങയുടെ നിത്യരാജ്യം അവകാശമാക്കുവാ ദൈവമേ ഞങ്ങളങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശോപ്പാ, അങ്ങയുടെ നിത്യരാജ്യം അവകാശമാക്കുവാ ദൈവമേ ഞങ്ങളങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ യേശോപ്പാ, സ്തോത്രം ചെയ്യുന്ന അപ്പാ, ഇന്നത്തെ സ്നാന ശുശ്രൂഷയിലെല്ലാം ദൈവിക സാന്നിധ്യം അങ്ങ് കൂടെ ഇരുന്ന കൃപകളോർത്ത് നന്ദി പറയുന്ന കർത്താവേ. അപ്പാ, 2 സഹോദരിമാർക്ക് കർത്താവേ, അപ്പാ, ദൈവമേ ദൈവത്തെ രുചിച്ചറിയുവാനും കർത്താവേ, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും കർത്താവേ എടുത്ത സ്നാന ശുശ്രൂഷ ദൈവമേ അനുഗ്രഹിച്ച കൃപകളോർത്ത് നന്ദി പറയുന്ന അപ്പാ, അവരുടെ കുടുംബങ്ങളിൽ കർത്താവേ, അവരുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ കർത്താവേ അത് വെളിപ്പെടുവാൻ കർത്താവേ, ദൈവിക അഭിഷേകത്താൽ വെളിപ്പെടുവാൻ ദൈവമേ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, അവരുടെ കുടുംബങ്ങളെ അങ്ങ് ദേശത്തിൽ അനുഗ്രഹിക്കപ്രദമാക്കണം കർത്താവേ. ദൈവിക സാന്നിധ്യത്തിൽ അങ്ങ് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശോപ്പാ, ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ദൈവമേ ആത്മീകമായി ഭൗതികമായി സാമ്പത്തികമായി കർത്താവേ വളർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാക്കി ദൈവമേ അങ്ങ് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് ഓരോ ദിവസവും കർത്താവേ ഞങ്ങളങ്ങ് മാറ്റുന്ന കൃപകളോർത്ത് നന്ദി പറയുന്ന യേശോപ്പാ, നന്ദി പറയുന്ന കർത്താവേ. യേശോപ്പാ, അതുപോലെ തന്നെ കർത്താവേ അങ്ങയുടെ തിരുവചനവുമായി കർത്താവേ അനേകരോട് സാക്ഷീകരിക്കുവാൻ ദൈവമേ ഞങ്ങളങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ,
അനേകരെ കർത്താവെ മാനസാന്തര അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ദൈവമേ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ദൈവിക സ്നേഹം കർത്താവെ രുചിച്ചറിയുവാൻ ദൈവമേ ഓരോ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. കഴിഞ്ഞ നാളുകൾ കർത്താവെ ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വന്ന് കർത്താവെ മടങ്ങിപ്പോയവരുണ്ട് കർത്താവെ. ഈശോപ്പാ ദൈവിക സ്നേഹം പാ രുചിച്ചറിഞ്ഞ് കർത്താവെ ആലയത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ ദൈവമേ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളും കർത്താവെ കുടുംബമായി കർത്താവെ അങ്ങേക്ക് ഒരു സാക്ഷിയായി നിൽപ്പാ ദൈവമേ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പാ അത് അഭിഷേകത്തിനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം ചെയ്യുന്നപ്പാ. അനേകരെ കർത്താവെ മാനസാന്തര അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാ ദൈവമേ അങ്ങ് ഒരുക്കിയ കൃപകളോർത്ത് നന്ദി പറയുന്ന കർത്താവെ. ഇനിയും കർത്താവെ അനേകരെ കർത്താവെ ഈശോപ്പാ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാ ദൈവമേ കർത്തദാസനെ അങ്ങ് ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവിധ ഭാഷകളിൽ കർത്താവെ അപ്പാ വിവിധ വചനവുമായി കർത്താവെ ഈശോപ്പ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ സംസാരിപ്പാ ദൈവമേ അങ്ങ് അഭിഷേകത്തിനെ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സിസ്റ്റിനെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. ബലപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ജോലി മേഖലയിലെല്ലാം ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ദാനമായി കൊടുത്ത മകനെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബലപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ദൈവമേ അവരുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവമേ അവരങ്ങ് ഉയർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ സഭയിലെ ഓരോ ലീഡേഴ്സിനെ കുടുംബമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പാ അവർ സഭയ്ക്ക് ചെയ്യുന്ന ഓരോ കാര്യാതകൾ അപ്പുറമായിട്ട് കർത്താവെ ദൈവം അവരെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുപ്പാ ദൈവമേ അവരങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഞങ്ങളുടെ സഭയിലെ ഓരോ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുപ്പാ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ അഭിഷിക്തരെ കർത്താവെ എഴുന്നേൽപ്പാ ദൈവമേ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശു പാടുന്ന മക്കളായിട്ട് കർത്താവെ വചനം പറയുന്ന മക്കളായിട്ട് കർത്താവെ അഭിഷേകത്തിൽ അങ്ങ് ഓരോ പൈതങ്ങളെ അങ്ങ് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അവരെ അങ്ങ് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. അവരുടെ സ്കൂൾ പഠനത്തോടൊപ്പം അങ്ങനെ കർത്താവെ വചനം പറയുന്ന മക്കളാക്കി ദൈവരെ അങ്ങ് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. അങ്ങേക്കൊരു സാക്ഷിയുള്ള മക്കളാക്കി ദൈവമേ അവരങ്ങ് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. ദൈവമേ അവരുടെ വാർദ്ധക്യകാലത്തിൽ കർത്താവെ അപ്പാ ദൈവമേ സ്തോത്രിച്ച് അങ്ങയോട് പറ്റി ജീവിക്കാനുള്ള കൃപ തുടങ്ങണം കർത്താവെ. യേശുപ്പ അങ്ങയുടെ അഭിഷേകത്താൽ ഓരോ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. സഭയിലെ കർത്താവെ യേശുപ്പ ദൈവമേ ഞങ്ങളുടെ സഭയിലെ കർത്താവെ യൗവനക്കാരെ ദൈവമേ അങ്ങ് കൂട്ടി വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ലോകത്ത് കർത്താവെ മദ്യത്തിനാലും മയക്കുമരുന്നിലാലും കർത്താവെ അടിമകളായിരിക്കുന്ന കർത്താവെ അപ്പാ അനേക യൗവനക്കാരെ കർത്താവെ ഞങ്ങളുടെ ആലയത്തിലേക്ക് കൂട്ടി വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ദൈവത്തിലൂടെ മാത്രമേ കർത്താവെ ഒരു ദൈവിക സമാധാനം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് രുചിച്ചറിഞ്ഞ് കർത്താവെ ദൈവിക സ്നേഹ രുചിച്ചറിഞ്ഞ കർത്താവെ ഞങ്ങളുടെ ആലയത്തിൽ കർത്താവെ പലതരത്തിലുള്ള യൗവനക്കാർ കർത്താവെ കടന്നു വരുവാ ദൈവമേ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്നത്തെ തിരുവചനം അപ്പാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അപ്പാ ഞങ്ങൾ കർത്താവെ യേശുപ്പ വെറുതെ കേട്ട് വെറുതെ കളയുന്നവരായിട്ടല്ല കർത്താവെ. വചനം കേട്ട് കർത്താവെ അനുദിനം കർത്താവെ അങ്ങോട്ട് പറ്റി ജീവിക്കാനുള്ള കൃപ ദൈവമേ ഞങ്ങളിലും ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. അങ്ങയുടെ ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കാനുള്ള കൃപ ദൈവമേ ഞങ്ങളിലങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്തോത്രത്തിന് ഇന്നത്തെ തിരുവത്താഴ് ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ. 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുപ്പാ. ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. യേശുപ്പാ സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പാ യേശുപ്പാ ഞങ്ങൾ ദിവസവും അങ്ങേ ഓർത്ത് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ യാഗമായത് ഓർത്ത് കർത്താവെ ജീവിക്കുവാനുള്ള കൃപ ദൈവമേ അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവമേ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തുതിക്കുന്നു കർത്താവെ. യേശുപ്പാ സ്തുതിക്കുന്നു കർത്താവെ ദൈവമേ. അതുപോലെ തന്നെ കർത്താവെ വിവിധ കാര്യത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പാ ദൈവമേ സ്തോത്രം ചെയ്യുന്നപ്പാ. തുടർന്നുള്ള സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ. ദൈവമേ യേശുപ്പാ ഞങ്ങളുടെ ആരാധനയിലെല്ലാം ദൈവിക സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറച്ച കൃപകളോർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. യേശുപ്പാ സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഇനി അപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തുടർന്നുള്ള സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവോടെ കേൾക്കണം നല്ല പിതാവേ. ആമേ. ഹല്ലേലൂയ. ഉണർവിൻ്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പല നാളുകൾ പല രീതിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇതിനകത്ത് നമ്മൾ കേട്ടു പഠിച്ചു. നിങ്ങളിത് എഴുതാണ്ടുള്ളവർ എഴുതുക, പഠിക്കാനുള്ളവർ പഠിക്കുക. കൃത്യമായ ഒരു നോട്ട് ബുക്ക് കൂടെ കൊണ്ടുവന്ന് നിങ്ങൾ എഴുതി. വചനം കൂടുതൽ വചനമുണ്ട്, അതുകൊണ്ട് വചനത്തിൻ്റെ റെഫറൻസ് കുറച്ച് ഇതിനകത്ത് പറയും. വചനം പറഞ്ഞു പോകും.
നിങ്ങൾ എഴുതി നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഈ ഉണർവിലേക്ക് കയറണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ട് അറിയേണ്ടത് പരിശുദ്ധാത്മാവ് ആര് എന്നാണ്. ആര് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനുപരിയായി ഈ തിരുവചനത്തിനകത്ത്, ബൈബിളിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ തിരുവചനം കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ നാളുകളിൽ, ഈ ലോകത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടം കൃപായുഗം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗം എന്നാണ് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മൾ കൃപായുഗത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലാണ് താമസിക്കുന്നത്. ഈ യുഗത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആരംഭിച്ചത് തന്നെ മാളിക മുകളിൽ കാത്തിരുന്ന 120 മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ്. ഹല്ലേലൂയ. ആ യുഗം എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്നും തൻ്റെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ കാഹളനാദത്തോടെ നമ്മെ മടക്കി വിളിക്കുവാൻ കർത്താവ് വരുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്നും അതോടൊപ്പം പരിശുദ്ധാത്മാവും തിരിച്ച് മടങ്ങിപ്പോകുമെന്നും തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ, അപ്പോസ്തല പ്രവർത്തികൾ തുടങ്ങി ഇന്ന് വരെ അതേപോലെ നിലനിൽക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ, ദൈവത്തിൻ്റെ സഭയുടെ വളർച്ച, ഉണർവ്, ഇതൊന്നും നിന്നിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. നമ്മളിന്ന് താമസിക്കുന്നത്, നമ്മളിന്ന് ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ആണെന്നുള്ള ഉത്തമ ബോധമുള്ളവർ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ വ്യക്തി യഥാർത്ഥത്തിൽ തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളെ വഴി നടത്തുവാൻ ഇതാണ് വഴി, ഇതിലേ നടക്കുക എന്ന ശബ്ദം കേട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നടക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിങ്ങൾ വചനത്തെ വായിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളോട് പറയുന്ന കൽപ്പന പ്രമാണം നടന്നാൽ ഉറപ്പായും ഈ നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന ഉണർവിൽ നമ്മളെല്ലാവരും പങ്കാളിയായിത്തീരും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച നിങ്ങൾ ഒരിക്കലും ആത്മാവിനെ ദുഃഖിപ്പിക്കുകയോ കെടുത്തിക്കളയാതെ ഇരിക്കണം. കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഒരു വ്യക്തി എങ്ങനെ ഒരു മനുഷ്യനോടൊപ്പം നിൽക്കുമോ അതേപോലെ ഈ നാളുകൾ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നിൽക്കും. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന, നമ്മോട് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും രുചിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഈ നാളുകൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നമുക്ക് കാണുവാനും നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും രുചിച്ചറിയുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ, അഭിഷേകം, അധികാരങ്ങൾ, ശുശ്രൂഷകൾ ഈ നാളുകൾ ഈ സഭയുടെ അകത്ത് ഓപ്പണാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത്, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് കുറവുണ്ടെങ്കിലും എന്ത് കുറ്റമുണ്ടെങ്കിലും അതെല്ലാം പരിശുദ്ധാത്മാവാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾ ഇങ്ങനെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ നാളുകൾ നീതി മാർഗത്തിലേക്ക് നടക്കുകയാണെങ്കിൽ ഉറപ്പായും പ്രിയ സഹോദര സഹോദരി നിന്നെയും കർത്താവ് കൈക്കൊള്ളും. ഹല്ലേലൂയ. മനുഷ്യർ പൊടിയെന്ന് കർത്താവിനെ അറിയുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തരുവാൻ പിതാവായ ദൈവത്തിന് കൃപ തോന്നുന്നത് തന്നെ നമ്മോടുള്ള കരുണയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ മൺകൂടാരത്തിൽ വാസം ചെയ്യുവാൻ വിട്ടു തന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തിട്ടല്ല. നമ്മെ സ്നേഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളെ യാഗത്തെ മാറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ ശാപത്തെ മാറ്റിയതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലൂടെ നീതിമാന്മാരായതുകൊണ്ട് ഈ മൺകൂടാരത്തിനകത്ത് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അതല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുത്രനായ ക്രിസ്തു നമ്മളിലേക്ക് വാങ്ങിച്ചയച്ച പരിശുദ്ധാത്മാവ് ഇന്ന് വാസം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സർവ്വ ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ പ്രവചിക്കും. ഹല്ലേലൂയ. അവർ ദർശനങ്ങളെ കാണും. അങ്ങനെയുള്ള 10-11 വയസ്സുള്ള തലമുറകൾ നമ്മുടെ സഭയിൽ ഉള്ളതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. ഈ ലോകപരമായി പലരും പല രക്ഷകർത്താക്കളും എൻ്റെ കുഞ്ഞെന്തായി പോകുമെന്നും എൻ്റെ കുഞ്ഞ് നശിച്ചു പോകുന്നുവെന്ന് പറയുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഈ നാളുകൾ പരിശുദ്ധാത്മാവിനെ നിറച്ച് അഭിഷേകത്താൽ നിറച്ചതിനായി സ്തോത്രം പറയുന്നു. നിങ്ങളുടെ തലമുറകളെയും കർത്താവിന് വേണ്ടി ഈ സഭയിൽ കൊണ്ടുവരിക. കർത്താവ് അവരെ ആത്മാവിലാൽ നിറച്ച് അവരുടെ മേൽ കിടക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പിച്ച് ഈ നാളുകളിൽ നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുവാൻ കർത്താവ് കൃപ നൽകും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ബെറ്റർ ചോയ്സാണ് കർത്താവ്. ആ കർത്താവിനെ അറിഞ്ഞ നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ടാൽ ആ കുഞ്ഞുങ്ങളെ കർത്താവ് ഈ നാളുകളിൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നിറച്ച് നിങ്ങളുടെ അനുസരണയെക്കാളും കർത്താവിൻ്റെ കൽപ്പന പ്രകാരം നടത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടാതെ കർത്താവ് കുഞ്ഞുങ്ങളെ മാനിക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനത്തിനകത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷ ഭാഗത്തിനകത്ത് നോക്കുമ്പോൾ തൻ്റെ ആളത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 7-ാം വാക്യം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്ന അവൻ എന്ന പേരിലാണ്. ഹല്ലേലൂയ. എന്നാൽ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആളത്വത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചിരിക്കുന്ന വാക്കുകൾ കാറ്റ്, അഗ്നി, വെള്ളം, അതായത് ജീവജല നദി, എണ്ണ, ഇങ്ങനെയുള്ള കുറച്ചധികം പേരിലാണ്. നമ്മൾ എണ്ണയെ അവനെന്ന് ആരെങ്കിലും പറയുമോ? ഹല്ലേലൂയ. വെള്ളത്തിന് അവനെന്ന് പറയുമോ? പറയില്ല. ഒരു വ്യക്തിയെ മാത്രമേ പറയൂ. കർത്താവ് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയപ്പോഴെല്ലാം അവൻ, കാര്യസ്ഥൻ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിന് കാരണം തന്നെ കർത്താവിൻ്റെ ഈ ലോക ജീവിതം കഴിഞ്ഞ് സ്വർഗ്ഗാരോഹണം നടക്കുന്ന സമയത്ത് തന്നെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് മറ്റൊരു കാര്യസ്ഥൻ ഈ ലോകത്തിലേക്ക് വരികയാണ്. ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് വരികയാണ്. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ വ്യക്തി എങ്ങനെ എപ്പോൾ യഥാർത്ഥമായി ഇറങ്ങി വന്നു എന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരുടെ ഇടയിൽ ആ മാളിക മുകളിൽ കർത്താവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അഗ്നി നാവുകൾ പിളർന്നതുപോലെ അവർക്ക് ദൃശ്യമായി. ഹല്ലേലൂയ. ആ ദൃശ്യമായ പരിശുദ്ധാത്മാവ് ഇന്നും ഒരു വ്യക്തിത്വമായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവ്, അതായത് പിതാവിൻ്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇറങ്ങി വന്നു. പക്ഷെ ആത്മാവായിട്ട് ഈ ലോകത്ത് വന്നു. ഹല്ലേലൂയ. ആ വ്യക്തിയെ എൻ്റെ ശരീരം കൊണ്ട് രുചിച്ചറിയാം. എന്നോടുകൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ എനിക്ക് രുചിച്ചറിയാം. ഹല്ലേലൂയ. അതിലുപരിയായി ആ വ്യക്തിയുടെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ഈ ലോകത്തെക്കാളും ലോകത്തിൻ്റെ മോഹത്തെക്കാളും നിങ്ങളോട് നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുന്നു. യേശുവിനെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുന്നു. പിതാവായ ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുന്നു. അപ്പോൾ മുതൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തി തുടങ്ങും. എങ്ങോട്ട്? നിത്യതയിലേക്ക്. ഹല്ലേലൂയ. നിങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ കർത്താവ് നടത്തും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ആളത്വങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനത്തിനകത്ത് നോക്കിയാൽ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യവും 15-ാം അധ്യായം 26-ാം വാക്യവും 16-ാം വാക്യം 7-ാം വാക്യവും പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ 15-ന്റെ 26 പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ബാക്കിയുള്ള 2 റെഫറൻസും നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തിത്വമായ പേരാണ് അടുത്ത് പറയുന്ന ആശ്വാസപ്രദൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 7 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണ്. ഒരു ഭവനത്തിനകത്ത് ഒരു കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ ആ ഭവനത്തിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവനായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളാകുന്ന ഈ മൺകൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ അവൻ നിങ്ങളുടെ നല്ല കാര്യസ്ഥനായി നിങ്ങളെ വഴി നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കർത്താവ് നിങ്ങളെ വഴി നടത്തും.
ഇതിൻ്റെ 8-ാം വാക്യം, 7-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. 8-ാം വാക്യം പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. നമുക്കും ബോധം വരുത്തും, ലോക മനുഷ്യർക്കും ബോധം വരുത്തും. അതിൻ്റെ 13-ാം വാക്യം, 8-ാം വാക്യം കഴിഞ്ഞിട്ട് അത് 13-ാം വാക്യം പറയുന്നു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. അതിൻ്റെ 15-ാം വാക്യം പറയുന്നു, പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം വിസ്തരിച്ച് നമ്മൾ പഠിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അടുത്തേക്ക് വരുന്നത് പിതാവിനുള്ളത് പുത്രനിലൂടെ എല്ലാം വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തരുവാനും വേണ്ടിയാണ്. ഹല്ലേലൂയ. പുതിയ വെളിപ്പാടുകൾ തരാനാണ്, വചനത്തിലൂടെ കൃപകൾ തരാനാണ്, ശുശ്രൂഷകൾ തരാനാണ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനുണ്ടായിരിക്കുന്ന ഭാരങ്ങൾ മാറ്റുവാനാണ്. ഹല്ലേലൂയ. നിങ്ങളെ വ്യക്തിപരമായി ആള് മാറിയവരെ പോലെ ഉപയോഗിക്കുവാനാണ് കർത്താവ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവ് ഒരു ഉപദേഷ്ടാവാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 15-ാം അധ്യായം 26-ാം വാക്യത്തിനകത്ത് പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരു ഉപദേഷ്ടാവാണ്. അടുത്തത് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നവനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 16-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, അവൻ വഴി നടത്തുന്നവനാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരാളത്വമായ വ്യക്തിയായി നിങ്ങൾ എന്ന് തീരുമാനമെടുത്ത് അത് മനസ്സിലാക്കുന്നു, അന്ന് മുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കുറേ സ്വഭാവങ്ങൾ ഉണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ പഠിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിനെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് നടക്കുമ്പോൾ ഒരു വ്യക്തിയായി കണ്ട് വേണം കൊണ്ട് നടക്കാൻ. ഹല്ലേലൂയ. എനിക്കൊരു കൂട്ടുകാരനുണ്ടെന്നിരിക്കട്ടെ, അവൻ മദ്യപാനിയാണ്, ഞാൻ മദ്യം കഴിക്കാത്തവനാണ്. എനിക്ക് അവനെ കൊണ്ട് നടക്കാൻ തോന്നുമോ? ഹല്ലേലൂയ. എനിക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവമുള്ളവനെ ഞാൻ കൂട്ടുകാരനാക്കി കൊണ്ട് നടക്കില്ല. അതുപോലെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്, ഹോളി സ്പിരിറ്റാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. ആ ആത്മാവ് നമ്മളോട് നടക്കുമ്പോൾ നമ്മൾ വിശുദ്ധമായി നടന്നാലേ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കൂ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ രഹസ്യ പരസ്യ ജീവിതമെല്ലാം വിശുദ്ധിയിൽ തികഞ്ഞതായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിത്വ സ്വഭാവങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത് പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. ആത്മാവിന് ചിന്തയുണ്ട്, ആ ചിന്ത ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അന്യഭാഷ പറയുന്നത് പോലും നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ഭാഷയിൽ മനസ്സിലാകും. ഹല്ലേലൂയ. രണ്ടാമത് പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവൻ അതത് വരം പകർന്നു കൊടുക്കുന്ന ഒരേ ആത്മാവാകുന്നു. കൃപാവരങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചതിന് ശേഷം താൻ എഴുതിയിരിക്കുന്ന പദമാണ്, എന്നാൽ ഈ കൃപാവരങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്, കൊടുക്കുന്നതും സഹായിക്കുന്നതും താൻ ആഗ്രഹിക്കുന്നത് പോലെ, ഇച്ഛിക്കുന്നത് പോലെ അവനവൻ ആ വരം പകർന്നു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഒരേ ആത്മാവാണ്. ആ ആത്മാവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വികാരമുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത് പരിശുദ്ധാത്മാവിന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വികാരം. എഫേസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 4 പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം. റോമർക്കെതിരെ ലേഖനം 15-ാം അധ്യായം 32-ാം വാക്യം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതായത് ആത്മാവിന് സ്നേഹം ഉണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്കുള്ള എല്ലാ സംഭവങ്ങളും ആർക്കുണ്ട്? പരിശുദ്ധാത്മാവിനുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തിയാകുന്ന ദൈവമാകുന്നു. 5 പരിശുദ്ധാത്മാവിൻ്റെ അറിവ്. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെ,
ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അതായത് ദൈവത്തിനുള്ളത് അറിയണമെങ്കിൽ ആരുടെ ആത്മാവ് വേണം? പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം വേണം. ഹല്ലേലൂയ. 6, പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധി. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. പരിശുദ്ധാത്മാവ് ബുദ്ധി കൊണ്ട് ഉപദേശിക്കുന്നവനാണെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. 7, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും പോയി എൻ്റെ സുവിശേഷം അറിയിക്കണമെന്ന് കർത്താവ് അറിയിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഇത്രയും ആളത്വം, ഇത്രയും വ്യക്തിത്വം നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കുവാൻ കഴിയൂ. പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവണം. പരിശുദ്ധാത്മാവിന് വികാരമുണ്ടെന്ന് മനസ്സിലാവണം. പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ടെന്ന് മനസ്സിലാവണം. പരിശുദ്ധാത്മാവിന് അറിവുണ്ടെന്ന് മനസ്സിലാവണം. പരിശുദ്ധാത്മാവിന് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാവണം. പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെന്ന് ഒരു വ്യക്തി എപ്പോൾ മനസ്സിലാക്കുന്നോ അവൻ അന്ന് മുതൽ ശുശ്രൂഷക്കാരനായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേക്കും അവൻ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ മൺകൂടാരം വിട്ടുകൊടുത്തിരിക്കും. അവന് വേറെ ഒരാഗ്രഹവും കാണില്ല. ദൈവമേ, ആത്മാവേ, നീ എൻ്റെ മേൽ വാസം ചെയ്യണം. ആത്മാവേ, നീ എൻ്റെ മേൽ ഇറങ്ങി വരണം. അങ്ങ് അഗ്നിയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായി നിങ്ങൾ തീരുക. ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം മാത്രം, പരിശുദ്ധാത്മാവിന് വികാരമുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രം ഞാൻ 1-2 വാക്യങ്ങളെടുത്ത് പെട്ടെന്ന് സംസാരിച്ച് നിർത്തും. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. ഹല്ലേലൂയ. ഇതിനകത്ത് വികാരമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യരുത്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. കാരണം അതൊരു വ്യക്തിയായി നിൻ്റെ മേൽ വാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിൻ്റെ 1-ാമത്തെ പോയിൻ്റ്, പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽപ്പുണ്ടോ? നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാട്ടെ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കറിയില്ല എങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിഞ്ഞത് കൊണ്ടാണ് ഈ സഭയുടെ അകത്ത് കൊണ്ടുവന്നത്. നിങ്ങൾ ഈ സഭയുടെ അകത്ത് വന്നത്, അല്ലെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവിനെ സ്വീകരിച്ചത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ലോകത്തെ സ്നേഹിച്ചിരുന്ന, ലോകമോഹങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന എന്നെയും ഇതിനകത്തായിരിക്കുന്ന നിങ്ങളെയും പരിശുദ്ധാത്മാവാം ദൈവം കർത്താവ് സ്നേഹിച്ചു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. ആ പരിശുദ്ധാത്മാവിനോട് മറുതലിച്ച് നിൽക്കാതെ വണ്ണം നമ്മുടെ മേൽ അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനോട് നിങ്ങളിപ്പോൾ മറുതലിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. ന്യായാധിപ സംഘത്തിനോട് സ്തെഫാനോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുന്നേ പറഞ്ഞ വാക്കുകളാണിത്. ദൈവത്തിൽ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവിനെ അവിശ്വാസിയുടെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും അവർ അനുസരിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ നിരസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പലരെയും ദൈവസഭയിലേക്ക് വിളിക്കാറുണ്ട്. ഇതിനകത്തിരിക്കുന്ന പലരെയും ഞാൻ വിളിച്ചിട്ടുള്ളതാണ്. പലരെയും വിളിക്കാറുണ്ട്. നിങ്ങൾ വരണം, ആരാധന കൂടണം, നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന പൈശാചിക സാന്നിധ്യങ്ങളെ മാറ്റണം, അറുത്തും മുടിച്ചു കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ദൈവത്തിൽ ചേർന്ന് ജീവൻ്റെ അധികവും നിങ്ങൾ പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മൾ മറുതലിക്കും. പലരും പറയും, എനിക്ക് വരാൻ പറ്റൂല, നീ നിൻ്റെ പാട്ടിന് പോ, ഞാനിങ്ങനെ ജീവിച്ചോളാമെന്ന് പറയും. ഹല്ലേലൂയ. ഇനി ഇതിനകത്ത് സ്നാനമെടുത്ത നിങ്ങൾ പോലും, ഇതിനകത്തിരിക്കുന്ന പല വ്യക്തികളും ദൈവത്തെ അറിഞ്ഞതുപോലെ അറിഞ്ഞു ജീവിക്കുന്നുണ്ടോ? ദൈവം പറയാണ്, ഇന്നത് ചെയ്യണം, ഇന്നത് നടക്കണം, ഇന്നത് കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് കൊടുക്കണം. നമ്മൾ ചെയ്യാറുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് മറുതലിച്ച് നമ്മൾ പലപ്പോഴും മാറി നിന്നിട്ടില്ലേ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് മറുതലിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുന്നത് മാത്രമേ പറയൂ. ഹല്ലേലൂയ. നിങ്ങളെക്കൊണ്ട് കഴിയാത്ത ഒരു വലിയ പാറ എടുത്ത് നിങ്ങളുടെ തലയിൽ വെച്ച് തരില്ല. നിൻ്റെ ഈ സ്വഭാവം വിടണമെന്ന് പറഞ്ഞാൽ ആ സ്വഭാവം വിടാൻ നിന്നെ കൊണ്ട് കഴിയും.
കഴിഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ കൂട്ടുനിന്ന് അത് മാറ്റും. ഹല്ലേലൂയ. നീ സ്നാനമെടുത്ത വ്യക്തിയാണെങ്കിൽ, നീ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇനി പരിശുദ്ധാത്മാവിന് മറുതലിപ്പ് കാണിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരുപാട് ചാൻസ് നമുക്ക് തരും. ഒരു മനുഷ്യന് ഒരുപാട് ചാൻസ് തരും. ചാൻസ് തന്ന് ഏറ്റവും ലാസ്റ്റിൽ ഒരു ചാൻസും ഇല്ലാത്ത അവസ്ഥയിലോട്ട് നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കാത്തൊരു ദിവസം വരും. അന്ന് നമ്മൾ അയ്യം വിളിച്ചിട്ടോ നമ്മൾ കരഞ്ഞിട്ടോ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിട്ടോ ഒരു പ്രയോജനമില്ലാതെ മാറും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ, ഇതുവരെ നിങ്ങൾ മറുതലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്നു മുതൽ കർത്താവിനോട് മറുതലിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടെ നിൽക്കുക. ഇനി മറുതലിപ്പ് കാണിക്കരുത്. നമ്മുടെ സാമ്പത്തികം ബുദ്ധിമുട്ട് മാറാത്തത്, നമ്മുടെ രോഗങ്ങൾ മാറാത്തത്, കർത്താവിനെ അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും പ്രതികൂലത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ ദൈവത്തോട് കാണിക്കുന്ന മറുതലിപ്പായിരിക്കും. അതുകൊണ്ട് ആ മറുതലിപ്പ് മാറ്റുക. 2, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുക, അതായത് പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുക. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം പറയുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. ഹല്ലേലൂയ. ഇതിനകത്ത് സ്നാനമെടുത്ത് ഇന്ന് നിൽക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുന്നു, കഴിഞ്ഞ നാൾ സ്നാനമെടുത്തിട്ട് ഇവിടുന്ന് മുങ്ങിയ വ്യക്തികളോടും പറയുന്നു. അവരെ ഇനിയിപ്പോൾ എനിക്ക് കാണാൻ പറ്റൂല. ഹല്ലേലൂയ. നിങ്ങൾ സ്നാനത്തിലോട്ട് നടന്നതും ദൈവത്തോട്ട് നടന്നതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ഇനിയിപ്പോൾ ഒരു വ്യക്തിയെ വിളിക്കുന്നില്ല. നിങ്ങളുടെ കൈ പിടിച്ച് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ഇതിനെല്ലാം കൊണ്ടുപോയതാണ്. യേശുവിനെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നതാണ്. യേശുവിൻ്റെ രക്തത്തെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴുകിച്ചതാണ്. ഈ ചെയ്ത നിങ്ങൾ എന്ത് ചെയ്യരുത്? പിന്നീട് മറുതലിപ്പ് കാണിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിന്ദിച്ച് പരിശുദ്ധാത്മാവിൻ്റെ എന്നെ നിന്ദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്നാൽ, ജാതിയരെ പോലെ വീണ്ടും ആയാൽ, ദൈവത്തിനെ നിന്ദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ രക്തത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തത്തിനെ നിന്ദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച ഒരിക്കലും വരികയില്ല. ഒരിക്കലും നിങ്ങൾക്ക് നിത്യരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പലരും പഠിപ്പിച്ചു സ്നാനമെടുത്താൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറയുന്നത് സ്നാനമെടുത്താൽ നീ അലർട്ടായിട്ട് ജീവിക്കണം. നിൻ്റെ കൂടെ ആരുണ്ട്? വിശുദ്ധിയുടെ ആത്മാവുണ്ട്. അശുദ്ധി നിൻ്റെ അടുത്ത് വരരുത്. മദ്യപാനം നിൻ്റെ അടുത്ത് പേര് കേൾക്കരുത്. തുടർന്നുള്ള സമയങ്ങൾ എവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ ജീവിക്കണം. ഹല്ലേലൂയ. ഒരുവൻ ദൈവകൃപയിൽ നിന്നും അകന്നാൽ തന്നെ ദൈവകൃപയിലേക്ക് നടത്തിയ ആത്മാവിനെ തൻ്റെ പ്രവൃത്തിയിലൂടെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ നടത്തിയ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കാതെ പരിശുദ്ധാത്മാവിനെ മാനിച്ച് ജീവിക്കുവാൻ കൃപ നൽകട്ടെ. 3, പരിശുദ്ധാത്മാവിനെ നേരം ദൂഷണം പറയരുത്. ദൂഷണം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? നോണ, അല്ലെങ്കിൽ എന്താ പറയുക, വഴക്ക് പറയരുത്. പരിശുദ്ധാത്മാവിന് വഴക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തു ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവർ, യേശു ഭൂതങ്ങളുടെ നേതാവിനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കിയതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 4, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് നാളിനാൽ മുദ്രയിട്ടിരിക്കുന്ന ആരിനാലാണ്? പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ വീണ്ടെടുപ്പ് നാളിലുള്ള മുദ്ര മാഞ്ഞു പോകും. അപ്പം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമുക്ക് മുദ്ര ഇട്ടതെന്നാണ്. ആ മുദ്ര നമ്മുടെ ഉള്ളിടത്തോളം കാലം പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കരുത്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയോടെ നിർമ്മല കന്യകയായി തേജസ്സോടെ ക്രിസ്തുയേശുവിൻ്റെ സന്നിധിയിൽ നമ്മളെ നിർത്തുവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുപാട് ജോലി എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കറ കാണരുത്, ചുളുക്കം കാണരുത്, വാട്ടം കാണരുത്, മാലിന്യം കാണരുത്. അങ്ങനെ ഇല്ലാത്തൊരു നല്ല കന്യകയായി നമ്മെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ബ്യൂട്ടീഷ്യനായിട്ട് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. നിങ്ങൾ ഇന്ന് സ്നാനം എടുക്കാതിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുകയാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. നിങ്ങൾ ഇന്നും അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെന്തുണ്ടെങ്കിലും നിങ്ങൾ അതിനെ മാറ്റണം. പരിശുദ്ധാത്മാവിനെ ഇനി മുതൽ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. 5, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്.
ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 3 മുതൽ 4 വരെ വായിക്കുമ്പോൾ ഒരു വിശ്വാസിയെ നമുക്കവിടെ കാണാൻ കഴിയും. ആരാണ്? അനന്യാസും സഫേറയും. അവരെന്താണ് ചെയ്തത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. ഇന്ന് ഈ സഭയിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിന് വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചതാണ് അനന്യാസും സഫേറയും മരിക്കുവാനുള്ള കാരണം. വസ്തു അവരുടേതായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ പത്രോസ് പറയുന്നതാണ്, നിങ്ങളുടേതായിരുന്നു, നിങ്ങൾ വിറ്റു, ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് എന്തിന് വ്യാജം കാണിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ആരും പറഞ്ഞതല്ല, ആരും നിർബന്ധിച്ചതല്ല. അവർ പറഞ്ഞു വിറ്റ് അതെന്ത് ചെയ്യാം, സഭയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. സഭയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കുറച്ചെടുത്ത് മാറ്റി വച്ചു. ദൈവത്തിന് സമയം കൊടുക്കുന്നവൻ വ്യാജം കാണിക്കരുത്. നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് കയറി ഇരിക്കരുത്. അത് വ്യാജം കാണിക്കുന്നതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വ്യാജം കാണിക്കരുത്. നിങ്ങൾക്ക് അതിനെക്കാട്ടും വലിയ വിഷയം വന്നാലും ദൈവത്തിനോട് പറഞ്ഞത് നിങ്ങൾ ക്രിയകളായിട്ട് ചെയ്യണം. ഹല്ലേലൂയ. പലരും പറയും, ഇനി തൊട്ട് സഭയിൽ ഞാൻ നിരന്തരമായിട്ട് വരും, എന്നിട്ട് ഒരു വിഷയം വരികയാണെങ്കിൽ വീട്ടിനകത്തിരിക്കും. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാജം കാണിക്കുന്നതാണ്. ദൈവത്തെ സന്നിധിയിൽ വ്യാജം കാണിക്കരുത്. കാണിച്ചാൽ എന്ത് ചെയ്യും? സഫേറയും അനന്യാസിനെയും പോലെ മരിച്ചു പോകുമെന്നല്ല പറയുന്നത്, ആത്മീക മരണം നമുക്കുണ്ടാകും. പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. ഇതൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്താനാണ് കേട്ടോ. പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. അതായത് കെടുക്കുക എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥം ഉപയോഗിക്കുന്നത് എന്താണ്? അഗ്നിയെ അല്ലേ, തീയെ വെള്ളമൊഴിച്ച് കെടുത്തിക്കളയരുത്, അല്ലെങ്കിൽ തീയെ കാറ്റ് അടിച്ച് കെടുത്തിക്കളയരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അഗ്നിയെ കെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിനെ കെടുത്തിക്കളയരുത്. എങ്ങനെ കെടുത്തും? ഒരു ദൈവദാസൻ പ്രവചനം നിങ്ങളോട് പറയുകയാണ്. ആ പ്രവചനം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. തിരിച്ച് അതിനെ പറഞ്ഞ് അതിനെന്ത് ചെയ്യരുത്? തുച്ഛീകരിച്ച് കളയരുത്, അല്ലെങ്കിൽ ആത്മാവിനെ കെടുത്തിക്കളയരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ പ്രവചനം ഏറ്റെടുത്തില്ലെങ്കിലും ഏറ്റെടുത്താലും അതിനെ ദുഷിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവചനത്തിനെ കെടുത്തുന്നതാണ്. തീ ഒഴിച്ച് കെടുത്തുന്നത്. പിന്നീട് പ്രവചിക്കില്ല, പ്രവചനം കിട്ടുകയുമില്ല. കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും ചിലപ്പം കിട്ടില്ല. ഹല്ലേലൂയ. ഇനി നമുക്ക് കിട്ടിയ പ്രവചനം എല്ലാം നടക്കുമോ? അതിൻ്റെതായ സമയത്തിൽ തക്ക സമയത്ത് പ്രവചനങ്ങൾ നടക്കും. ഹല്ലേലൂയ. 25 വർഷം മുന്നേ അബ്രഹാമിനോട് പറഞ്ഞത് 25 വർഷം കഴിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിന്നോട് കർത്താവ് പറഞ്ഞതും കർത്താവാണ് പറഞ്ഞതെങ്കിൽ ഉറപ്പായി നടന്നിരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ കാത്തിരിക്കുക. അതിനൊരു സമയം കർത്താവ് വച്ചിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ അഗ്നിജ്വാല പളർന്നിരിക്കുന്ന നാവുകളായി ഓരോരുത്തർക്കും പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ വസിച്ച പരിശുദ്ധാത്മാവ് അഗ്നി ഇന്നും ആ വിശുദ്ധിയോടെ നിൽക്കുന്ന വ്യക്തികളുടെ മേൽ അഗ്നി പകരുന്നുണ്ട്. ഹല്ലേലൂയ. അഗ്നി നമ്മൾ കത്തുന്നു എന്നതാണ് യഥാർത്ഥ ശക്തിയുടെ, ശുശ്രൂഷ ശക്തിയുടെ രഹസ്യം. ഒരുവൻ ശുശ്രൂഷക്കാരനായെന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ ഹോളി സ്പിരിറ്റിൻ്റെ അഗ്നി കത്തുന്നു എന്നാണ്. പവർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയാം, ഫയർ എന്ന് പറയാം. ആ അഗ്നിയാണ് കത്തുന്നത്. ഈ അഗ്നിയെ നിങ്ങൾ കെടുത്തുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്ത് നിങ്ങളിലുണ്ടെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യത്തിൽ വ്യാജം കാണിച്ചാൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ വ്യാജം കാണിച്ചാൽ, സഭ അഭിഷിക്തന്മാരുമായി വ്യാജം കാണിച്ചാൽ, വചനവുമായി വ്യാജം കാണിച്ചാൽ ഇത് കെട്ടുപോകും. ഹല്ലേലൂയ. അങ്ങനെ കെട്ടുപോയാൽ പിന്നീട് അവനെ അതിൽ നിന്ന് കയറി വരികാൻ കഴിയില്ല. നമ്മുടെ ശക്തിയുടെ രഹസ്യം അതാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രഹസ്യ പരസ്യ ജീവിതം കൊണ്ടോ കെടുത്തിക്കളഞ്ഞാൽ എങ്കിൽ നാം സാധാരണ മനുഷ്യരെ പോലെ ആകും. ഉദാഹരണം ശിംശോൻ്റെ മേൽ ദൈവശക്തി വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ ഈ ഒരു യോദ്ധാവായിരുന്നു. അവൻ ദൈവശക്തി, അവൻ്റെ മേൽ നിന്ന ദൈവശക്തിയെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ, അവൻ്റെ മേൽ നിന്ന ആത്മസാന്നിധ്യത്തെ കളഞ്ഞപ്പോൾ അവൻ സാധാരണ വ്യക്തിയായി, കണ്ണുകുരുടനായി, മറ്റുള്ളവർക്ക് കളിക്കാനുള്ള ഒരു പാവയായി തീർന്നത് അതുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.